2 ദിവസം മുൻപായിരുന്നു ദിയാകൃഷ്ണ പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോയത്. അച്ഛൻ കൃഷ്ണകുമാർ തന്നെയായിരുന്നു ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞതും. തൊട്ടു പിന്നാലെ ദിയയുടെയും കുഞ്ഞിന്റെയും വിവരങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകരെല്ലാവരും. 2 നാൾ മുന്നേ ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും എതിരായ കേസിൽ കോടതി വിധി പുറത്തുവന്നപ്പോൾ പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകർ കണ്ടത് ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാറിനെ മാത്രമായിരുന്നു. മകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതും. അമ്മ സിന്ധു കൃഷ്ണ അവൾക്കൊപ്പം ഉണ്ട് എന്നും കൂടെ അവളുടെ ഭർത്താവുമുണ്ട് എന്നായിരുന്നു കൃഷ്ണകുമാർ വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്തത്. 2 ദിവസം മുൻപായിരുന്നു കൃഷ്ണകുമാർ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും തുറന്ന് സംസാരിച്ചത്. വ്യായമോ വെള്ളിയോ ദിവസമാവുമ്പോഴേക്കും പ്രസവമുണ്ടാകും എന്ന് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് ആരാധകരും കരുതിയത്. എന്നാൽ ഞായറാഴ്ചയായിട്ട് പോലും ഇതേക്കുറിച്ചുള്ള ഒരു വിവരവും താരകുടുംബം പുറത്തുവിട്ടില്ല. അപ്പോഴാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പും വീഡിയോയും ആരാധകർ ഏറ്റെടുക്കുന്നത്. ഗർഭിണിയായിരിക്കവേ താരപുത്രി എടുത്ത ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്. അതിന് ദിയാകൃഷ്ണൻ നൽകിയ ക്യാപ്ഷനാണ് ആരാധകർ ഏറ്റെടുക്കുന്നത്. കമ്മിങ് സൂൺ എന്നായിരുന്നു ചിത്രങ്ങൾക്ക് താഴെ ദിയാകൃഷ്ണയും അശ്വിൻ ഗണേഷും കുറിപ്പ് എഴുതിയത്. അതേസമയം ദിയയുടെ പ്രസവം കഴിഞ്ഞുവെന്നും ദിയയ്ക്കും അശ്വിനും ജനിച്ചിരിക്കുന്നത് ആൺകുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ ദിയാകൃഷ്ണയ്ക്ക് ആൺകുഞ്ഞായിരിക്കുമെന്ന് ഇതിനോടകം തന്നെ എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട്. 5ാം മാസ ചടങ്ങിലും 9ാം മാസ ചടങ്ങിലൊക്കെ തന്നെയും ദിയാകൃഷ്ണയുടെ കയ്യിൽ ഒരു കുഞ്ഞിക്കണ്ണനെ കാണാറുണ്ടായിരുന്നു. ഇതിൽ നിന്നും ദിയയ്ക്ക് ആൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത് എന്നായിരുന്നു പലരും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പറഞ്ഞതും. എന്നിരുന്നാലും പ്രസവത്തെക്കുറിച്ചുള്ള ഒരു വിവരവും സത്യം പറഞ്ഞാൽ ദിയാകൃഷ്ണയും കുടുംബവും പുറത്ത് വിട്ടിട്ടില്ല. ഇവർ ഇത് ഇപ്പോൾ വളരെയധികം രഹസ്യമായി തന്നെ കാത്തു സൂക്ഷിക്കുകയാണ്. ദിയാകൃഷ്ണയുടെ കുടുംബം മുഴുവൻ തന്നെ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ചാനലിലൂടെ തന്നെ കുഞ്ഞിന്റെ വിവരങ്ങളൊക്കെ തന്നെയും പുറത്തുവിടാനായിരിക്കും തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുഞ്ഞിന്റെയും ദിയയുടെയും വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരാത്തത് എന്നാണ് അറിയാൻ സാധിച്ചത്. അതേസമയം ദിയയ്ക്കൊപ്പം തന്നെ ആശുപത്രിയിൽ ഹൻസികയും അതുപോലെ തന്നെ ദിയാകൃഷ്ണയുടെ മറ്റു സഹോദരിമാരൊക്കെ തന്നെയും ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ കുഞ്ഞിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പുറത്തുവരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും ഇപ്പോൾ പ്രസവത്തിനായി ദിയാകൃഷ്ണ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. 2 ദിവസം മുൻപാണ് കൃഷ്ണകുമാർ ഇതേക്കുറിച്ച് തുറന്ന് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ദിയ ഇപ്പോൾ പ്രസവിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ കുഞ്ഞിന്റെയോ അമ്മയായ ദിയയുടെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ദിയയുടെയും കുഞ്ഞിന്റെയും വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് നടനും രാഷ്ട്രപ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ 2ാമത്തെ മകളായ ദിയാകൃഷ്ണ. ദിയയുടെ ഗർഭകാലവും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ താരം തന്നെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഒരു കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദിയയും അശ്വിനും. കുഞ്ഞ് ജനിച്ചിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ആൺകുഞ്ഞായിരിക്കുമെന്നും ആരാധകർ തന്നെ പറയുന്നു.